നമസ്കാരം. ജോലിഭാരം താങ്ങാനാവാതെ അലക്കുകല്ല് ഇടിഞ്ഞു വീണു. വീട്ടിൽ AC വെച്ചില്ല യുവാവ് കുളു മണാലിയിലേക്ക് നാട് വിട്ടു. മൈജിയുടെ പരസ്യത്തിൽ മഞ്ജു വാര്യർ പറയുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. എന്നിട്ടൊരു ചോദ്യമുണ്ട്, നമ്മുടെ നാട് എങ്ങോട്ടായി പോന്നേ? പിണറായി 3.0യിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനു മുമ്പ് തന്നെ വീണ ജോർജിൻ്റെ ചേർത്തുപിടി സഹിക്കാനാകാതെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാം നാട് വിടുമെന്നാണ് തോന്നുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയവരാണെങ്കിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വയറ്റിൽ കിടക്കുന്ന കത്രിക വീണ ജോർജിനെ ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. വീണ പോകും മുമ്പ് ആരോഗ്യവകുപ്പിലെ ആകെ കത്രികകളുടെ എണ്ണം, രോഗികളുടെ വയറ്റിൽ മറന്നുവെച്ച കത്രികയുടെ എണ്ണം ഇവ കൂടി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പും കത്രികയും പഞ്ഞിയുമൊക്കെ മറന്നു വയ്ക്കാനുള്ള ഇടമായി മാറിയിരിക്കുന്നു സ്ത്രീ ശരീരം. എക്സ്റേ ECG ഉപകരണങ്ങൾ എടുത്താൽ പൊങ്ങാത്തത് കൊണ്ടും മനുഷ്യൻ്റെ വയറിന് അത് ഉൾക്കൊള്ളാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടുമാണ് ആരുടെയും വയറ്റിൽ അവറ്റകൾ പോകാത്തത്. നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് എങ്ങനെയും സഹിക്കാം, ചികിത്സിച്ച് കിടത്തലാണ് ഭയങ്കരം. വയറ്റിൽ മറന്നുവെച്ച കത്രികയുമായി ഹർഷിന ജീവിച്ചത് 5 വർഷമാണ്. അവരുടെ ദുരിതം കണ്ട് ചേർത്ത് പിടിക്കാൻ ചെന്ന് വീണ ജോർജ് പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടെന്നാണ്. ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കും. എന്നാൽ വീണ കാലുമാറി. ഹർഷിനയുടെ വയറ്റിൽ കണ്ടത് സർക്കാരിൻ്റെ കത്രികയല്ല പോലും. സർക്കാരിൻ്റെ കത്രിക ഇങ്ങനെയല്ല. സർക്കാരിൻ്റെ കത്രികയിൽ പിണറായി വിജയൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ടാകും. നഷ്ടപരിഹാരം തേടി ഹർഷിന അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീണ ജോർജിൻ്റെ ചേർത്തുപിടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹർഷിനയ്ക്ക് ഭയമാണ്. ഇപ്പോഴിത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൻ്റെ ഭയാനകമായ മറ്റൊരു കഥ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഗർഭപാത്രം നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് പോയ ഉഷ എന്ന സ്ത്രീയുടെ വയറ്റിൽ ഒരു കത്രിക. കഴിഞ്ഞ 5 വർഷമായി അവരും വേദന സഹിച്ച് കത്രികയും ചുമി നടക്കുകയാണ്. വേദനയുടെ കാരണം ഒരു ഡോക്ടറും കണ്ടുപിടിച്ചില്ല. എന്തായാലും തുടർഭരണമായത് കാര്യമായി. അല്ലായിരുന്നെങ്കിൽ വീണ ജോർജ് പറഞ്ഞേനേയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കത്രികയായിരുന്നുവെന്ന്. ഇനി വീണ മാധ്യമങ്ങളോട് ഒരു പറച്ചിലുണ്ട്. റിപ്പോർട്ട് അടിയന്തിരമായി തേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ കത്രികയാണോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കും. മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് വീണ ജോർജ് ഗ്ലിസറിൻ ഇല്ലാതെ കരയുമെന്നാണ്. സെൻറ്റി അടിക്കാനാണെങ്കിൽ ആരോഗ്യമന്ത്രി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഹർഷിനയും ഉഷ ജോസഫും ഒക്കെ ഭയക്കേണ്ടത് മറ്റൊന്നാണ്. ഇത്രയും കാലം സർക്കാരിൻ്റെ കത്രിക ഒളിപ്പിച്ചു വച്ചതിന് ചിലപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തേക്കും. കലാപാഹ്വാനം എന്ന വകുപ്പ് ചേർത്തില്ലെങ്കിലും ശസ്ത്രക്രിയ മുടക്കി ആരോഗ്യ കേരളത്തെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന എന്ന വകുപ്പ് ചേർത്തേക്കും. 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കത്രികയാണ് ഉഷയുടെ വയറ്റിൽ ഇരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒരു കുഞ്ഞിൻ്റെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു. വീണ പക്ഷേ അങ്ങോട്ടൊന്നും സെൻറ്റി അടിക്കാൻ പോയതേയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാവിള്ളയ്ക്കായി നിയമസഭയിൽ എന്തോ ഒരു പോരാട്ടമായിരുന്നു. സാർ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരല്ല സാർ, സംരക്ഷിക്കുന്നവരാണ് സാർ. സാർ, പക്ഷേ പെറ്റമ്മ അറിയാതെ നാട് കടത്തിയ കുഞ്ഞിൻ്റെ കഥ എല്ലാവരും ഒന്നും മറന്നിട്ടില്ല. അതിജീവിത എന്ന ലേബലിൽ പ്രത്യക്ഷപ്പെടുന്നവരോടൊക്കെ എന്തൊരു കരുതലാണ് അവർക്ക്. 24 മണിക്കൂറിനുള്ളിൽ നീതി കിട്ടിയിരിക്കും. അവർക്ക് വേണ്ടി ഏത് കപ്പും കടിക്കും പിണറായി വിജയൻ. ജീവിക്കാൻ മാർഗമില്ലാതെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ആപത്തുണ്ടായാൽ റിപ്പോർട്ട് തേടലേ ഉള്ളൂ, പരിഹാരമില്ല. അവർക്ക് കാശ് കൊടുക്കില്ല. ഡോക്ടർ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചാൽ അതിന് ആരോഗ്യമന്ത്രി ഉത്തരവാദിയാകുമോ? ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാം, അവർക്ക് ആവശ്യമായ ചികിത്സാ ചെലവ് കൊടുക്കാം, നഷ്ടപരിഹാരം കൊടുക്കാം. PR വർക്കിനും പരവതാനിക്കും കോടികൾ മുടക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യമേ ഇല്ല. പാരസെറ്റമോൾ കഴിച്ച് ഏതെങ്കിലും രോഗിയുടെ പനി മാറിയാലോ, ഗുളിക കഴിച്ച് വയറിളക്കം നിന്നാലോ എന്തൊരു തള്ളിമറിക്കലായിരിക്കും. ധർമ്മക്കഞ്ഞ് കുടിക്കാൻ ചെല്ലുന്നവനും ധർമാശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുന്നവനും പട്ടിയുടെ വില പോലും കിട്ടില്ല. ആകാശം മുട്ടി നിൽക്കുന്ന നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലണം. മുഴുത്ത കെട്ടിടത്തിൻ്റെയും 5 ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഹൃദയ ശസ്ത്രക്രിയയുടെയും റീൽസിൽ കാണുന്നതല്ല റിയലായ കാര്യങ്ങൾ. സർക്കാർ ആശുപത്രിയെപ്പറ്റി വല്ലതും പറഞ്ഞു പോയാൽ അത് സർക്കാർ ആശുപത്രിയെ തകർക്കാനാണ്. പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ. ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർക്ക് എന്തുകൊണ്ടാണ് മറവി സംഭവിക്കുന്നത്? കൊഴുപ്പ് നീക്കാൻ ചെന്നാൽ വിരൽ 9 നഷ്ടമാകും. ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം എത്രമാത്രം ഞെട്ടലുണ്ടാക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ചു കൊടുത്തപ്പോൾ പറയുകയാണ് ഞങ്ങൾ കൊടുത്തേനേമെന്ന്. ആ സംഭവത്തിൽ റിപ്പോർട്ട് വന്നു. ഡോക്ടർക്ക് പിഴവേ പറ്റിയിട്ടില്ല. ആ കൊച്ച് മുറ്റത്തിറങ്ങി കളിച്ചതാണ് കുഴപ്പമായത്. അടൂർ പ്രകാശ് ഉണ്ടാക്കിയ ആനയിറങ്ങുന്ന ആനകുത്തിയിലെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ വീണയുടെ അഭിമാന പദ്ധതിയാണ്.
അവിടെ പ്ലാസ്റ്റർ ഇട്ട കുട്ടിയുടെ കൈ വളഞ്ഞെന്ന പരാതിയുമായി രക്ഷിതാക്കൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അവിടെ ഒരു മൂക്കിൽ പനി ഡോക്ടർക്കോ നേഴ്സിനോ വന്നാലും അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. വെറുതെയാണോ കാറുമറിഞ്ഞ് അപകടമുണ്ടായപ്പോൾ കളക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്? സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഉപകരണങ്ങൾ കണ്ടാൽ ജനം ഞെട്ടിപ്പോകും. പക്ഷേ ഉപയോഗിക്കാൻ ഡോക്ടർമാർക്ക് അറിയില്ല. വമ്പൻ പർച്ചേസുകൾ നടത്തിയാലേ വല്ലതും തടയൂ. നമ്മുടെ സർക്കാർ ആശുപത്രികൾ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. ഔഡി കാറുകളുടെ ഒരു നിരയാണ് അവിടെ. മുഖ്യമന്ത്രിയോട് പല സമ്പന്നന്മാരും കൊതി പറയുകയാണ്, ഞങ്ങൾക്കും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്തു കരുതും? എല്ലാവരും ചോദിക്കുമല്ലോ, എന്തിനാ നമ്മുടെ ഈ മുഖ്യൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതെന്ന്. ഇതൊക്കെയാണ് കാര്യം. ഇരട്ടച്ചങ്കയിലൊന്ന് അപഹരിക്കില്ലെന്ന് ആരറിഞ്ഞു? കത്രിക വല്ലതും അകത്തു പോയാൽ ആരറിയും? അമേരിക്കയിൽ കത്രിക മറന്നു വയ്ക്കുന്ന പരിപാടിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർമാർക്ക് ഇങ്ങനെ പതിവായി മറവി സംഭവിക്കുന്നത്? ഈ സർക്കാർ ഉപകരണങ്ങൾ ധാരാളമായി വാങ്ങിക്കൊടുക്കുന്നതാണ് കുഴപ്പം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരൊറ്റ കത്രികയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക. മറന്നു വെച്ചാൽ ഡോക്ടർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേനെ. ഒരു പെൻസിൽ കൊണ്ട് മാത്രം പഠിക്കുന്ന കുട്ടി അത് തേഞ്ഞു തീരും വരെ സൂക്ഷിച്ചുപയോഗിക്കും. എന്നാൽ അവന് ഒരു വെട്ടി പെൻസിൽ വാങ്ങിക്കൊടുത്താലോ, വേണ്ടാത്തിടത്തെല്ലാം ഉരയ്ക്കും, മറന്നു വയ്ക്കും, മാറി മാറിയെടുക്കും. 5 വർഷം ഭരിച്ചിട്ടും സിസ്റ്റം ഒന്നും ശരിയായിട്ടില്ല വീണേ. അടുത്ത 5 വർഷം കൂടി നൽകിയാൽ കൃത്യമായി ശരിയാക്കാം. അടുത്ത തവണ മത്സരിക്കുമ്പോൾ വീണ ജോർജ് തീർച്ചയായും അരിവാൾ ചുറ്റിയയ്ക്ക് പകരം കത്രിക ചിഹ്നമായി തിരഞ്ഞെടുക്കണം. വീണ ജോർജിൻ്റെ കുവൈറ്റ് യാത്ര മുടങ്ങിയ ദിവസം PK ശ്രീമതി പറഞ്ഞ കാര്യം ഓർക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. ആ കുട്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് ഈ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമിത ജോലിഭാരം താങ്ങാനാകാതെ അലക്കുകൾ ഇടിഞ്ഞു വീണുവെന്ന് മഞ്ജു വാര്യർ പരസ്യത്തിൽ പറയും പോലെ അമിത ജോലിഭാരം കാരണം വീണ ജോർജ് മറിഞ്ഞു വീഴാതെ കാക്കണേ. മേക്കാട് പണിക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പണി കഴിഞ്ഞവൻ ആദ്യം ചെയ്യുന്നത് മുഴക്കോലും ചട്ടിയും കരണ്ടിയും കഴുകി വൃത്തിയാക്കി ഭദ്രമാക്കി വയ്ക്കുക എന്നതാണ്. പക്ഷേ നമ്മുടെ ഡാക്ടർക്കും നേഴ്സിനും അതിനൊന്നും സമയമില്ല. കത്രികയല്ല, ഡോക്ടറുടെ കണ്ഠകൗപീനം രോഗിയുടെ വയറ്റിലിട്ട് കുത്തിക്കെട്ടിയാലും ഡോക്ടറെ ഒന്ന് കണ്ണുരുട്ടി കാണിക്കാൻ പോലും രോഗിക്കും കൂട്ടുകാർക്കും അവകാശമില്ല. ഈ വിഷയത്തിൽ അടിയന്തരമായി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെടും. ആ കത്രിക കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെന്ന് കണ്ടെത്തും. ഈ സർക്കാരിൻ്റെ കത്രിക ഇങ്ങനെ അറ്റം വളഞ്ഞതല്ല.